Let's talk about creatine. Creatine നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും മസിൽ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനും നമ്മുടെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിനും ക്രിക്കറ്റ്, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ ഇങ്ങനെയുള്ള 80% പ്ലേയേഴ്സും ക്രിയാറ്റിൻ ഡെയിലി ബേസിസിൽ എടുക്കുന്നുണ്ട്. ജിമ്മിൽ പോകുന്ന എല്ലാവരും വേ പ്രോട്ടീന് ശേഷം കേൾക്കുന്ന ഒരു സപ്ലിമെന്റ് ക്രിയാറ്റിൻ ആയിരിക്കും. ക്രിയാറ്റിനെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള അവയർനെസ് 60% ആൾക്കാർക്ക് പോലും ഇല്ല. അങ്ങനെയുള്ള ആ 60% ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഒരുപാട് പേർക്ക് ക്രിയാറ്റിനൊക്കെ എടുത്ത് ബോഡി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടാവും. പക്ഷേ ക്രിയാറ്റിൻ എടുത്താൽ മുടി കൊഴിയൂ, ക്രിയാറ്റിൻ എടുത്താൽ കിഡ്നി പോവൂ, ഇത് ബിഗിനേഴ്സിന് എടുക്കാൻ പറ്റൂ, ഇങ്ങനെ ഒരുപാട് സംശയം ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോഴും അവർ എടുക്കുക പോലും ഇല്ല. അഥവാ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ പേടിച്ചായിരിക്കും അവർ ഇത് കഴിക്കുന്നത് തന്നെ. എന്താണ് ക്രിയാറ്റിൻ? ഇത് ബോഡിയിൽ എന്താണ് ചെയ്യുന്നത്? ഇതിന്റെ റിസൾട്ട് ആൻഡ് സൈഡ് എഫക്ട്. ലെറ്റ്സ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അമിനോ ആസിഡ്സ് ഉണ്ട്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരം എഫിഷ്യന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഒരു അമിനോ ആസിഡ് ആണ് ക്രിയാറ്റിൻ. ഉദാഹരണം, നമ്മുടെ വെയിറ്റ് ട്രെയിനിങ്ങിന്റെ സമയത്ത് ഫസ്റ്റ് 10 സെക്കൻഡ് നമ്മുടെ എക്സ്പ്ലോസീവ് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ക്രിയാറ്റിൻ ആണ്. ഈ ക്രിയാറ്റിൻ ഒരു നാച്ചുറൽ സബ്സ്റ്റൻസ് ആണ്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ക്രിയാറ്റിൻ നമ്മുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ബോഡി 1 to 2 ഗ്രാം വരെ ഡെയിലി ക്രിയാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അനിമൽസിന്റെ സ്കിന്നിന്റെ സെൽസിലും ക്രിയാറ്റിൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് നോൺ വെജ് ആയിട്ടുള്ള ആൾക്കാരെക്കാളും കുറവായിരിക്കും ക്രിയാറ്റിന്റെ കണ്ടന്റ്. 1 to 2 ഗ്രാം ക്രിയാറ്റിൻ എങ്ങനെ നമ്മുടെ കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്നുവോ അതേപോലെ തന്നെ ഡെയിലി 1 to 2 ഗ്രാം ക്രിയാറ്റിനൈൻ എന്നൊരു ഫോമിൽ ഡെയിലി റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ചിക്കനിലും എഗ്ഗിലും ബീഫിലും ക്രിയാറ്റിൻ ഉണ്ടെങ്കിലും ഇത് നമ്മുടെ ഫസ്റ്റ് സോഴ്സ് ഓഫ് ക്രിയാറ്റിൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ഒരു സ്കൂപ്പിലുള്ള ക്രിയാറ്റിൻ നിങ്ങൾക്ക് ബീഫിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 കിലോയ്ക്ക് മേളിൽ ബീഫ് നിങ്ങൾ ഡെയിലി കഴിച്ചിട്ടുണ്ടായിരിക്കണം. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്തിട്ടുള്ളതും പ്രൂവനുമായിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ്. ഇനി ക്രിയാറ്റിന്റെ ബേസിക് ഫംഗ്ഷൻസ് നോക്കാം. നമുക്ക് ഡെയിലി ബേസിസിൽ ആക്റ്റീവ് ആയിട്ടിരിക്കാൻ നമുക്ക് എനർജി ആവശ്യമാണ്. അങ്ങനെ എനർജി കൊടുക്കുന്ന മോളിക്യൂളിന്റെ പേരാണ് അഡെനോസിൻ ട്രൈഫോസ്ഫേറ്റ് അഥവാ ATP. ഈ ATP ആണ് നമുക്ക് എനർജി തരുന്നത്. ഇപ്പോ ഈ ATPക്ക് 3 ഫോസ്ഫേറ്റ് ഉണ്ടെന്ന് വെച്ചോ. ഇത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എനർജി കുറഞ്ഞു ഈ 3 എന്നുള്ളത് 2 എന്ന് പറഞ്ഞാൽ ATP എന്ന് പറയുന്നത് ADP എന്നായി മാറും. ഇങ്ങനെ ഈ 2 ഫോസ്ഫേറ്റ് ഉള്ള സമയത്ത് നമ്മുടെ ക്രിയാറ്റിൻ എൻട്രായിട്ട് ഈ 2 എന്നുള്ളത് 3 ആക്കും. ഇങ്ങനെ ടോപ്പ് അപ്പ് ചെയ്യുന്നതാണ് ക്രിയാറ്റിന്റെ ബേസിക് ഫംഗ്ഷൻ. സോ ക്രിയാറ്റിൻ ഇങ്ങനെ ടോപ്പ് അപ്പ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ബേസിക് ബെനിഫിറ്റ്സ് ആണ്. ഇപ്പൊ മാർക്കറ്റിൽ പലതരം ക്രിയാറ്റിൻ അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് തരം ക്രിയാറ്റിൻ അവൈലബിൾ ആണെങ്കിലും മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണ്. കാരണം ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് 99% നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. ക്രിയാറ്റിൻ നമ്മുടെ ബോഡിയിൽ വർക്ക് ആവണമെങ്കിൽ നമ്മുടെ ബോഡിയിലെ ക്രിയാറ്റിൻ സ്റ്റോർസിനെയൊക്കെ ഫില്ല് ചെയ്ത് അതിനെ സാച്ചുറേറ്റ് ചെയ്യണം. ഇത് ഇങ്ങനെ ഫില്ല് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏകദേശം 120 ഗ്രാം ക്രിയാറ്റിൻ എങ്കിലും വേണം. ഇത് നമുക്ക് 2 രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. ഒന്ന് ലോഡിംഗ് ഫേസും ഒന്ന് നോൺ ലോഡിംഗ് ഫേസും. ഇതിൽ ലോഡിംഗ് ഫേസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 6 ദിവസം നമ്മൾ 20 ഗ്രാം വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം 5 ഗ്രാം വെച്ചോ 3 ഗ്രാം വെച്ചോ കണ്ടിന്യൂ ചെയ്ത് പോകും. നോൺ ലോഡിംഗ് ഫേസിലാണെങ്കിൽ ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ 3 ഗ്രാമോ 5 ഗ്രാമോ വെച്ച് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഈ ലോഡിംഗ് ഫേസ് എടുക്കുന്നവർക്കും ഈ നോൺ ലോഡിംഗ് ഫേസ് എടുക്കുന്നവർക്കും ഈ 120 ഗ്രാം ഫില്ല് ആകുമ്പോഴേക്കും സെയിം റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ അടുത്ത ചോദ്യമാണ് ഇത് എപ്പോൾ എടുക്കണം എന്നുള്ളത്. നെക്സ്റ്റ്, ഏത് സമയത്ത് ക്രിയാറ്റിൻ എടുക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഏത് സമയത്ത് ക്രിയാറ്റിൻ എടുത്താലും സെയിം റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഒരു സ്റ്റഡിയിൽ മാത്രം വർക്കൗട്ടിന് ശേഷം എടുത്തവർക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് വെറും 3 പേരെ മാത്രം വെച്ച് ചെയ്തിട്ടുള്ള ഒരു റിസർച്ചാണ്. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ടുള്ള റിസൾട്ട് വേണമെന്നുള്ളവർക്ക് വർക്കൗട്ടിന് ശേഷം എടുക്കാം. ബൈ.